അപ്പോൾ ദാ ഇതൊന്നും ഇന്നും മദ്രസക്ക് പോയിട്ടില്ല കേട്ടോ. മടിച്ചിക്കോതായിട്ടല്ല ഒക്കെ വയ്യാഞ്ഞിട്ടാണ് കേട്ടോ. ഒക്കെ സുഖമല്ല. ഡോക്ടറെയൊക്കെ കാണിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ചെറുതായിട്ടൊരു സുഖമുണ്ട്. പക്ഷേ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തല മിന്നൽ പോലെയാണ് ഒക്കെ വരെ തലവേദന തലമിന്നലൊക്കെയാണ്. അപ്പോൾ അത് നീർക്കെട്ടിൻ്റെയൊക്കെ അത് നീരൊക്കെ ഉണ്ട്, തലയിലെ ആവി പിടിക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ മരുന്നും ഗുളികയും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ വെച്ചാൽ തലവേദനയൊക്കെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിരിക്കുമല്ലോ. അത് ഒരു 6 മണി 6:30 വിളിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കൂടി കൂടും അല്ലേ. അപ്പോൾ മദ്രസക്ക് പോകാൻ ഞാൻ മടിയായതുകൊണ്ട് ആ സമയത്ത് പോണതാണ്. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഞാനൊക്കെ മദ്രസ പഠിക്കണമെന്ന് ഭയങ്കര മടിയായിരുന്നു. ആ ഒരു സമയം എണീറ്റ് പോവാന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കുമല്ലോ ഓക്ക്. അപ്പോൾ കുറേ ഉളപ്പിച്ച് വന്ന് വിളിച്ചു. അവസാനം ഉള്ള എഴുന്നേറ്റില്ല. ഇനിയിപ്പോൾ നാളെ എന്തായാലും പോകാമെന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നാളെയും പോകാൻ പറ്റില്ല. എന്തായാലും അവൾ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചീത്ത പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കട്ടോ, അതിന് എത്ര വട്ടം വിളിച്ചു പോകാനെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞപ്പോൾ അവളുടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് നിങ്ങൾ ആ ഫസ്റ്റിൽ കണ്ടത്. അപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പിന്നെ ഇന്ന് കറണ്ട് പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ജസ്റ്റ് എന്താണെന്ന് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ നമ്മൾ ചാക്കരി പൊടി കൊണ്ട് പത്തിരിയാണ്, അരച്ചുട്ട പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിലിട്ടപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് പിന്നെ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ട്, നമ്മളെ കറണ്ട് രാവിലെ 7 മണിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആവും വരാനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം എഴുന്നേറ്റ് എന്ത് ചെയ്തു, അരിയൊക്കെ കഴുകി കൂട്ടി വെച്ച് പൊടിച്ച് സെറ്റാക്കി വെള്ളമൊക്കെ തിളപ്പിച്ച് പാർന്ന് കറണ്ടോട് ചെയ്യുന്ന കുറേ പരിപാടികൾ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് തീർത്തു കിട്ടും. ഞാനങ്ങനെ തിരക്കിട്ട് ചെയ്യണ നേരതാ ഇതും ഇവിടെ ഭയങ്കര പാട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് കേൾക്കണ ആ പാട്ട് ഏതായാലും കുറച്ചൊന്ന് കേട്ടോ കിട്ടോളാം, പാട്ടും കൂത്തൊക്കെ ഒന്ന് ഒന്നോട് പാട് ഫസ്റ്റ് ഇവിടെ പാട്ടിന് സെലക്ട് ചെയ്തിന് വോയിസ് ഇവിടെ എന്താണ് അതല്ലേ ഏത് പാട്, അറബിക്കോ? ഒരു പാട്ട് പാടുന്നാലേ നല്ല രസത്തിൽ പാട് പാട്. പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ, പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയത്ത്, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയത്ത്, സ്നേഹക്കാവാണോ ഉമ്മ സഹനക്കടലാണോ, സ്നേഹക്കാവാണോ ഉമ്മ സഹനക്കടലാണ്. നമ്മളിവിടെ അപ്പം ഇവിടെ കരിയുകയാണ് ഓളെ ഡാൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓളെ പാട്ടും കേട്ടിരുന്നതാ എൻ്റെ ഇവിടെ. അപ്പൊക്കെ കരിയാൻ പോവുകയെന്നു കേട്ടോ. എന്തായാലും നമ്മൾ കൃത്യസമയത്ത് തന്നെ എത്തി. അപ്പം കരിയാതെ രക്ഷപ്പെട്ടു. ഒരടുപ്പത്ത് നമ്മൾ കുക്കറിൽ പിന്നെ കടലയാണ് ഗ്രീൻ പീസാട്ടോ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്, അതും വേവിച്ച് വെച്ചു. പിന്നെ എന്താ പറയുക, അപ്പൊക്കെ നമ്മൾ കറണ്ട് പോകുന്നതിൻ്റെ മുന്നേ തന്നെ പൊടിയൊക്കെ അരിയൊക്കെ പൊടിച്ച് വെച്ചതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ എന്തായാലും വേഗം ഞാൻ അപ്പം ചുട്ടു. കടലക്കറി ഇങ്ങനെ കറി ആയിട്ടല്ല, നമ്മൾ ഇങ്ങനത്തെ അപ്പം ആകുമ്പോൾ നമുക്ക് ഒരുപാട് കറി ഒഴിച്ച് കഴിക്കില്ലാന്ന് തോന്നുന്നു. എനിക്കൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ ഒരു എന്താ പറയുക കൂട്ടാൻ പോലെയാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കി. ഇതും നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് പോകാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ വാർന്നു കെട്ടി മൊക്കനൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ മൊക്കനങ്ങനെ എൻ്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇട്ടിട്ടാണ് തോന്നുന്നു നോക്ക് ആ ഒരു നീർക്കെട്ടിൻ്റെയും കഫക്കെട്ടിൻ്റെയൊക്കെ ഒരു പ്രശ്നം കേട്ടോ. അപ്പം പക്ഷേ അത് സ്കൂളിൽ എന്താ പറയുക ഒരു തന്നെയാണ്, ഇടൽ നിർബന്ധമാണ്. അപ്പോൾ ഓക്കാണെങ്കിൽ ഇപ്പോൾ ഈ തലവേദന എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂൾക്ക് പിന്നെ നടത്ത് പോകാൻ ഭയങ്കര മടി കേട്ടോ. അവളോട് പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പച്ചി വരട്ടിയെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുക. കറക്റ്റ് ടൈമിന് ഇതാ അവളെപ്പച്ചി വന്നും ചെയ്ത് അവളെ കൊണ്ടാക്കി കൊടുത്തും ചെയ്തു. ആദ്യമൊക്കെ പറയും ഞാൻ കൊണ്ടാക്കൂല നടന്ന് പൊയ്ക്കോ എന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ ഓള് പറഞ്ഞാൽ പിന്നെ അവളെപ്പച്ചിക്ക് നിൽക്കാൻ കഴിയോ, അപ്പം തന്നെ പിന്നെ എന്നാൽ വേഗം വാ എന്ന് പറഞ്ഞ് കയറുന്നാലും എന്നൊക്കെ പറയും. അങ്ങനെ ചെറിയ പിന്നെ എന്താ പറയുക മറ്റേ മോളൂനി നീനുവിനെയൊക്കെ പ്രസവിച്ച സമയത്ത് പിന്നെ ഓളപ്പ ഗൾഫിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുമ്മൂനെയാണ് കയ്യിൽ കിട്ടി വളർത്തിയ ഒരു കുട്ടി. മറ്റുള്ളൊക്കെ ഞാൻ ഒരു പിന്നെ എൻ്റെ കയ്യിലായിരുന്നു ഓലൊക്കെ. കാരണം 10-15 വർഷം മൂപ്പര് ഗൾഫിൽ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതുമ്മൂനെയാണ് കയ്യിൽ കിട്ടിയതും വളർത്തി ഉണ്ടാക്കിയതൊക്കെ. അപ്പോൾ അതിൻ്റേതായ ഒരു കൊഞ്ചിക്കലും ഇതും പിന്നെ ചെറിയ കുട്ടിയില്ലേ എന്നുള്ള കൊഞ്ചിച്ച് നല്ലോണം ഉണ്ട് കേട്ടോ.
അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പിന്നെ വേഗം കഴിച്ചു. എൻ്റെ ഹസ്ബൻഡും വന്ന് ഞങ്ങളൊക്കെ കഴിച്ച് ഞാൻ ചായ മാത്രമാണ് കുടിച്ചത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഡയറ്റൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോൾ ഒരു ഡയറ്റും ഇല്ല, അങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ സൺഡേ മുതൽ വീഡിയോ സ്റ്റാർട്ടാക്കണം, മൺഡേ മുതൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കണം. വെയിറ്റ് ലോസ് ചലഞ്ച് 21 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ടാക്കണം എന്നൊക്കെ പ്ലാനിലാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് കരുതുന്നു. ഞാനിപ്പോൾ ഇതാ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മോൾക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറേ സ്റ്റിച്ച് ചെയ്യാനുണ്ട്, എനിക്ക് കല്യാണം ഉണ്ട്. എൻ്റെ പിന്നെ എന്താ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മോളെ കുട്ടീൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ക്ലോത്തൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും മോളൂനും നീനൂനും ഇതുമൂനും എനിക്കൊക്കെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ എനിക്ക് പനി ഉണ്ടാവലും മോളൂനും ഐറൂസിനൊക്കെ പനിക്കലും വീട്ടിലൊക്കെ അപ്പാടെ ബഹളും ഒരു 2 ആഴ്ചയായിട്ട് ഒരു ഒഴിവില്ലാത്ത ഒരു ദിവസങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂല, കയ്യിലുണ്ടാവില്ല എന്ന് തോന്നി. അപ്പോൾ ഞാൻ വേഗം മോളൂനും നീനൂനും ഉള്ളത് വേഗം മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടോ. മിന്ത്രയിൽ ഇപ്പോൾ ഭയങ്കര ഓഫറുണ്ട്, നല്ല ടൈമാണ്, നല്ല ഡ്രസ്സുകളൊക്കെ 1500 രൂപയ്ക്ക് നല്ല നല്ല പാർട്ടി വെയർസൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ. പെട്ടെന്ന് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ തോന്നുന്നുണ്ട്, ഓണത്തിൻ്റെയൊക്കെ ഓഫറാണ് തോന്നുന്നു. എന്തായാലും ഞാൻ അതിൽ നിന്നൊരു പാകത്തെ വിലക്ക് 2 ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എത്തുമോ എന്താ അറിയില്ല. 9-ാം തീയതിയാണ് കല്യാണം. ഓർഡർ ചെയ്തപ്പോൾ 9-ാം തീയതിൻ്റെ മുന്നേ എത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഓർഡർ ചെയ്ത് ഞാൻ എനിക്കുള്ളതും ഇതുമൂനുള്ളതും ക്ലോത്ത് വാങ്ങിയിട്ട് സ്റ്റിച്ച്. അപ്പോൾ ഇന്നും നാളെ ഉള്ളൂ, ശനിയാഴ്ചയാണ് കല്യാണം. അപ്പം ഇന്നിപ്പോൾ ഇത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നുണ്ട് നാളെയുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇന്ന് എൻ്റെതെങ്കിലും സ്റ്റിച്ച് ചെയ്ത് തീർക്കണം, നാളെ ഇതുമൂന്നും തീർക്കണം എന്നൊക്കെയുള്ള പ്ലാനിൽ ഞാൻ വേഗം പോയി കുറച്ച് നേരം, അതായത് ഞാനൊരു 10:30 ആയപ്പോഴാണ് മോൾക്ക് പോയത്. പിന്നെ 11:30 11:45 ആയപ്പോഴേക്കിന് ഇറങ്ങി 1 മണിക്കൂർ കൊണ്ട് തട്ടിക്കൂട്ടി കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് പോന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു തിരക്കുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് താഴേക്ക് വന്ന് പിന്നെ ഞാൻ വേഗം ചോറൊക്കെ അടുപ്പത്ത് ഇടുകയാണ്. ചോറിന് പിന്നെ സാധാ റൈസാണ്, നെയ്ച്ചോറല്ല, നമ്മുടെ പിന്നെ സാധാ ചോറ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഒരടുപ്പത്ത് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പിന്നെ ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ചിക്കൻ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കൻ. അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് മസാല തേച്ച് വെച്ച് ഇന്നലെ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി. പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ മസാല തേച്ചും ഫ്രിഡ്ജിക്കും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതന്നെ ആക്കാമെന്ന് കരുതി. പിന്നെ കറണ്ട് ആണെങ്കിലോ രാവിലെ 7 മണിക്ക് പോയി 12 മണിക്ക് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പോയത് തന്നെ ഒരു 8-8:30 പോയത്. പിന്നെ വന്ന് 10:30 ആയപ്പോഴേക്കും വന്നു. അപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. വേഗം കറണ്ടില്ലെങ്കിൽ നമ്മളൊരു പരിപാടി നടക്കൂലല്ലേ. അപ്പോൾ കറണ്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നെക്കും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് പോന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം കയറാമെന്നൊക്കെ കരുതിയിട്ട് അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. ഇതുമ്പോൾ വരുമ്പോഴേക്കും നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ, ലഞ്ചൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ അതാ ഞാൻ ചിക്കൻ ഉണ്ടാക്കണത് തട്ടി വെച്ച് വെളിച്ചെണ്ണ പാർന്നിട്ട് ആ മസാല തേച്ച മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് അതിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞ പോലെ ആയിട്ട് പിന്നെ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കും. ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ഉള്ളി വാടി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ അത് വാടി വരുമ്പോൾ പിന്നെ അതിലേക്ക് തക്കാളി ഒരു 2-3 ആഡ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെ അധികം വെള്ളമില്ലാതെ ഒരു കടായി പോലെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു കുറച്ചും കൂടി ഒരു ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും മോളും നീനുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് പിന്നെ ചിക്കനോട് വലിയ ഒരു താല്പര്യമൊന്നുമില്ല. മക്കൾ തിന്നണത് പിന്നെ മീൻ കൊണ്ടുവന്നാൽ അവർക്ക് ഇത് മുള്ളുണ്ട് മറ്റുണ്ട് മറിച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞ് മീനൊക്കെ പൊതുവെ എല്ലാവർക്കും മടിയുണ്ട്. പിന്നെ മീനാണെങ്കിലും കഷ്ണം മീനൊക്കെ ഉണ്ടെങ്കിൽ ഇതുമൂന്ന് ഇഷ്ടം കേട്ടോ. അപ്പോൾ പിന്നെ പറയും മക്കൾക്ക് ചിക്കനെല്ലാം ഇഷ്ടം, എന്നാൽ പിന്നെ ചിക്കൻ തന്നെ തിന്നോളാന്ന് പറഞ്ഞ് വലിയ താല്പര്യമില്ലാതെയാണ് മൂപ്പര് ചിക്കൻ കഴിക്കുന്നത്. പിന്നെ ബീഫൊക്കെ ഇഷ്ടം കേട്ടോ. ബീഫും മീനുമാണ് മൂപ്പരെ മെയിൻ. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ഇവിടെ വാങ്ങാറുള്ളൂ. കാരണം ഞങ്ങളൊറ്റയ്ക്ക് ആകുമ്പോൾ മാത്രമേ അങ്ങനെ മീൻ വാങ്ങാറുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടാകുമ്പോൾ വേഗം ചിക്കൻ അങ്ങനെ വാങ്ങും. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. എന്തായാലും ഈ ഒരു രീതിയിൽ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തലിഞ്ഞ് ചിക്കനോട് കൂടെ ചേർന്ന് മസാലയിലൊക്കെ പിടിച്ച് ഒക്കെ. പിന്നെ ഞാൻ മസാലപ്പൊടികൾ എന്താ ചെയ്യുക, ഇച്ചിരി മല്ലിപ്പൊടി ഉണ്ട്, അധികം വെള്ളം പാരുന്നില്ല, കുറച്ചൊരു വെള്ളമില്ലാതെ ഇങ്ങനെ കുറുന്നനെ
ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ ചോറുക്ക് വേറെ മുരിങ്ങ കൊണ്ടുവരാണ്ടില്ലേ, മുരിങ്ങ ഒടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കർക്കിടക മാസമാണ് പറഞ്ഞിട്ട് കാര്യമില്ല, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വലിയ കുഴപ്പമില്ല, കുറച്ച് താളിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് മുരിങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കർക്കിടക മാസം നമ്മൾ എന്താ മുരിങ്ങ കൂട്ടാൻ പാടില്ല എന്നൊക്കെ പറയും, പക്ഷേ നമ്മൾ ചോറ് മുരിങ്ങ താളിപ്പ് ചിക്കൻ വരട്ടിയത് അടിപൊളി വൈബാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും അത്. അപ്പോൾ നമ്മൾ പിന്നെ ചോറൊക്കെ ഉപേക്ഷിച്ചിട്ട് കുറേ കാലമായി മക്കളെ, അതൊന്നും ചോറൊന്നും ഞാൻ കഴിക്കാറില്ല, അങ്ങനെ വലിയ താല്പര്യമില്ല. എനിക്ക് ചിക്കനും മുരിങ്ങയൊക്കെ കൂട്ടി മുട്ടയൊക്കെ കൂട്ടി കഴിക്കുക എന്നൊക്കെയാണ് പ്ലാൻ. ഞാനിപ്പോഴും അതേപോലെ തന്നെയാണ് പോകുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എനിക്ക് ചോറിനോടൊന്നും വലിയ താല്പര്യമില്ല, പക്ഷേ മധുരത്തിനോട് ഭയങ്കര താല്പര്യമാണ്. അതിപ്പോൾ ഡയറ്റ് ചെയ്ത് നിർത്തിയ സംഭവം കൊണ്ട് ഇപ്പോഴും ഭയങ്കര മധുരം കഴിക്കാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പോൾ ഞാൻ ചക്കര മിഠായി, ഞങ്ങൾ അരീക്കോട് സ്പെഷ്യൽ ചക്കര മിഠായി അതൊക്കെ വാങ്ങി, അലുവ അങ്ങനെയൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്, അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ 10-ാം തീയതി അങ്ങോട്ട് തുടങ്ങാം. അതുകൊണ്ട് തുടങ്ങാനുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ചൊക്കെ ഫുഡ് കഴിക്കണത്. എന്നാലും വെയിറ്റ് കൂടിയിട്ടൊന്നുമില്ല കേട്ടോ, കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല, അങ്ങനെ അവിടെ അങ്ങനെ നിൽക്കുകയാണ് വെയിറ്റ്. അപ്പോൾ എന്തായാലും നോക്കാം. പിന്നെ ഇതാ നമ്മൾ ഒരടുപ്പൊക്കെ ചോറായി, പിന്നെ ചിക്കനും ആയി. ഇനി ചോറ് ഊറ്റിയിട്ടുള്ള ആ ഒരു കഞ്ഞിവെള്ളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുരിങ്ങ ഇങ്ങനെ ഊരാണ് കേട്ടോ. അപ്പോൾ ഈ മുരിങ്ങ താളിപ്പും ചോറൊക്കെ നമ്മൾ അതിൻ്റെ പണമൊക്കെ വരുമ്പോൾ നമുക്ക് നോമ്പ് ഇങ്ങോട്ട് ഓർമ്മ വരും അല്ലേ. നോമ്പിൻ്റെ ആ ഒരു പെലച്ചൊക്കെ എണീറ്റിട്ടുള്ള ആ താളിപ്പും ചോറും കഴിക്കുന്നതൊക്കെ. ഞാൻ പിന്നെ അതേ താളിപ്പും ചോറൊന്നും അങ്ങനെ പെലച്ചൊക്കെ കഴിക്കാറില്ല, പക്ഷേ എല്ലാവർക്കും കൊടുക്കുമ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഓർമ്മ ഉണ്ടാവുമല്ലോ, ആ ഒരു രീതിയിൽ പറഞ്ഞതാട്ടോ. അപ്പോൾ അങ്ങനെ അതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് എപ്പോഴും നോമ്പ് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് വരും. എന്തായാലും ഞാനതാ മുരിങ്ങയൊക്കെ നന്നായിട്ട് ഊരി എടുത്തിട്ടുണ്ട്. പിന്നെ അത് അവിടെയൊക്കെ ക്ലീൻ ചെയ്തൊന്ന് സെറ്റാക്കി. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് അതുകൂടി ഉണ്ടാക്കിയാൽ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. വേഗം ഞാനിങ്ങനെ അപ്പം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അപ്പം തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഐറിസ് ഉണ്ടാകുമ്പോഴാണ് ആ പരിപാടി നടക്കാത്തത്. ഉണ്ടാകുമ്പോൾ പിന്നെ ഇതിൻ്റെ ഒക്കത്ത് അങ്ങനെ ഉണ്ടാവും. അടുക്കളയിൽ ഞാൻ പണിയെടുക്കുന്നത് ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പിന്നെ കിച്ചണിലെത്തിയ അപ്പോൾ എൻ്റെ വന്ന് ചുരിദാർ പിടിച്ച് തൂങ്ങും കേട്ടോ. അപ്പോൾ ഒക്കത്ത് കയറിയിട്ട് ഞാനിങ്ങനെ പിന്നെ ചോറിട്ടണത്, ചിക്കൻ കറി, എല്ലാ സംഭവങ്ങളും ഓരിങ്ങനെ കണ്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്നാലും എൻ്റെ പിന്നെ അടുക്കളയിൽ അടുപ്പത്ത് ഇങ്ങനെ നിൽക്കണ്ടല്ലോ, പിന്നെ എന്തെങ്കിലും മേത്തേക്ക് തെറിച്ചാലോ പൊള്ളിയാലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ എല്ലാം തീയൊക്കെ ഓഫാക്കിയിട്ട് പിന്നെ ഡൈനിങ് ഹാളിൽ പോയിരിക്കട്ടോ. അപ്പോൾ ഹാളിലിരിക്കുമ്പോൾ ഓനെന്ത് ചെയ്യും, എൻ്റെ മേത്തുനിന്നാണ്ട് ഇറങ്ങിയിട്ട് ജസ്റ്റ് പിന്നെ എന്നെ വേണ്ട കേട്ടോ. പക്ഷേ ഞാൻ കിച്ചണിൽ എത്തിയാൽ കഴിഞ്ഞാൽ വേഗം എൻ്റെ ഒക്കത്തൊക്കെ കണ്ടാണ് കയറും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇന്നലെ അങ്ങോട്ട് പോയതിലുള്ള ഐറൂസ് പോയതുകൊണ്ട് എപ്പോഴും ഓൻ്റെ ഒരു ഓർമ്മ ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങ് പറയണത്. കേട്ട് ചടപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും പറയണം കേട്ടോ. അപ്പോൾ എന്താ അപ്പോൾ ചോറ് വന്നു, ചിക്കൻ കറി ചോറൊക്കെ ഇങ്ങനെ ഞാൻ ജസ്റ്റ് കുക്കറിൽ നിന്ന് ആവി പോയിട്ട് ഊറ്റി വെക്കാണ്ട് ഞാൻ ഊറ്റാറുള്ളത് ഈ ഒരു സംഭവത്തിലാട്ടോ. കാരണം പിന്നെ ഇവിടെ അങ്ങനെ ആയിട്ട് നമ്മൾ ഈ സാധാ ഊറ്റി വെക്കുന്ന ചോറ് അങ്ങനെ ഉണ്ടാക്കാറില്ല, നമ്മൾ നെയ്ച്ചോറല്ലേ ഉണ്ടാക്കലേ. അപ്പോൾ എനിക്ക് ആ ഒരു ചോറ് ഊറ്റുന്ന കൊട്ടക്കോരി എന്നൊക്കെ പറയില്ല, ആ കൊട്ടക്കോരി ഒന്നുണ്ട് അത്. പക്ഷേ ഞാൻ അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് അതങ്ങനെ പൊടി പാറി കിടക്കും. അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യണതല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് എടുക്കാനും പഴം പുഴുങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഊറ്റിയെടുക്കാനൊക്കെ ഈ ഒരു പിന്നെ തവി ഞാൻ ഉപയോഗിക്കലുണ്ട്. അപ്പോൾ അതെപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ അങ്ങോട്ട് ചോറ് ഊറ്റുന്നതാണ് കേട്ടോ. മറ്റേ സാധനം എന്താ പറയുക, സ്റ്റോർ റൂമിൽ അവിടെ കിടന്ന് ചോറിട്ടുന്ന സംഭവം അവിടെ സ്റ്റോർ റൂമിൽ അവിടെ കിടന്ന് എന്താവോ എന്തോ ഞാൻ അപ്പോൾ മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ വേഗം ചോറ് ഊറ്റി കഴിഞ്ഞിട്ട് താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഇതുമ്മു അപ്പോഴേക്കും എത്തിയിട്ടോ. ഫുഡ് കഴിക്കാൻ മൂപ്പര് പള്ളിയിൽ പോയതായിരുന്നു. പള്ളിയിൽ പോയി മടങ്ങി വരുമ്പോൾ ഇതുമൂനും കണ്ടു. അപ്പോൾ രണ്ടാളും കൂടി ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇവർക്ക് വേഗം ചോറ് കൊടുക്കണേ. ഇതും വേണമെങ്കിൽ വാതിൽ തുറന്നപ്പോൾ തന്നെ നല്ല മണമുണ്ടല്ലോ, ചിക്കൻ്റെ മണമുണ്ടല്ലോ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ വേഗം നമുക്ക് ചിക്കനും ചോറൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ ഉള്ളോട് ചോദിക്കാൻ പിന്നെ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും തല മിന്നിയിട്ടുണ്ടായിരുന്നോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. സത്യം പറയാലോ ഒക്കെ ഭയങ്കര പേടി കേട്ടോ. കാരണം മിനിയാന്നുള്ള സ്കൂളിൽ നിന്ന് തല മിന്നിയിട്ടാണ് എല്ലാം അങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ കൊണ്ടുവന്ന മുതൽക്ക് ഓക്ക് ഇങ്ങനെ പേടിയാണ്, ഇനി സ്കൂൾക്ക് പോകുമ്പോൾ അവിടുന്ന് ഉണ്ടാവുമോ, വീഴാൻ പോവോ, അങ്ങനെയൊക്കെ ഭയങ്കര പേടിയിട്ട് പെണ്ണിന്. അപ്പോൾ പിന്നെ ഞാൻ അതൊന്നും ഉണ്ടാവില്ല, എന്തുണ്ടെങ്കിലും പിന്നെ അമ്മച്ചിനും വിളിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ അടുത്ത് തന്നെയല്ലേ, പിന്നെ സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയല്ലേ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചറോട് പറഞ്ഞാൽ മതി. ഞാൻ പിന്നെ ടീച്ചർക്ക് പേഴ്സണലായിട്ട് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഓക്ക് ഇങ്ങനെ ചെറിയൊരു തലമിന്നൽ പോലെ ഉണ്ട്, അപ്പോൾ പിന്നെ ഒന്ന് ഓക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചർ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ, ക്ലാസ് ടീച്ചറെ. അപ്പോൾ ഓക്കാണെങ്കിൽ ആ പേടി കണ്ട് മാറണില്ല കേട്ടോ.
എന്തായാലും പറഞ്ഞ് സെറ്റാക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മക്കൾക്ക് പേടിയാവുമല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വാ, അങ്ങോട്ട് പിന്നെ സ്കൂൾ ചോറ് കഴിച്ചിട്ട് സ്കൂൾ തന്നെ ഉളപ്പച്ചിനെ ആക്കി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതാ നമ്മൾ ചോറ് കറിയും താളിപ്പൊക്കെ ആയി അവരത് അവിടെ കഴിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ മുട്ടയൊക്കെ പൊരിച്ച് സെറ്റായി വരുമ്പോഴേക്കും ഓല് കഴിക്കലും തുടങ്ങും. പിന്നെ കഴിച്ച് തീരും കേട്ടോ. ഞാനൊക്കെ ഒന്ന് എടുത്ത് വരുമ്പോക്കിന് എന്താവും, എനിക്ക് ഓലപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാൻ കഴിയൂല. ഞാൻ വിചാരിക്കും കേട്ടോ വേഗം എനിക്കുള്ള മുട്ടയും കൂടി പൊരിക്കട്ടെ, എന്നാണ് ഓലപ്പം തന്നെ എനിക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒക്കെ റെഡി, ഓലക്ക് മേശപ്പുറത്തൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ വെള്ളമൊക്കെ പിന്നെ ചൂടാക്കി കൊണ്ടുപോയി കൊടുത്ത് എല്ലാം കഴിയുമ്പോഴേക്കും എന്താവും, പിന്നെ ഞാൻ വരുമ്പോഴേക്കും ഓല എണീറ്റ് പോകും. പിന്നെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കൂട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഇനിയും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇന്ന് ഏതായാലും ഒന്ന് ഇത്ര എടുത്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.